അന്ന് ആ കണ്ടത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ പറയുന്ന രൂപങ്ങളിലനുസരിച്ച് വളരെ ഓതി കൊടുക്കുന്ന സമയത്ത് സാധാരണത്തെ ഒരു ഉസ്താദിന്റെ രൂപമായിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വളരെ വൃത്തിയായ പാൻറ്റും കുപ്പായവും നല്ല ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സുമുഖനായിട്ട് ശരീരത്തിലൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. മൂപ്പര് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാൻറ്റും കുപ്പായവും ഒരു കണ്ണടൊക്കെ ഉണ്ട്, കൂളിംഗ് ഗ്ലാസിന്റെ കണ്ണടൊക്കെ വെച്ചിട്ട് മൂപ്പര് ചെയ്യുന്നത് ഞാൻ CM പറഞ്ഞിട്ടാ ചെയ്യുന്നത്. ഫുൾ ക്ലീൻ ഷേവ് ആയിരിക്കും. ക്ലീൻ ഷേവ് ആണ്. അപ്പോൾ ഈ ക്ലീൻ ഷേവ് ഒക്കെ കണ്ടിട്ട് പലരും CM അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഷേവ് ചെയ്യുന്നുണ്ട്. CM ചെയ്യുന്നതൊക്കെ ഒരു ചെയ്യുകയാണെങ്കിൽ CM ഈ രൂപത്തിൽ ഒക്കെ ആയ സമയത്ത് നല്ല പതച്ച വെള്ളം മേപ്പ് വരികയും പതച്ച വെള്ളം കുളിക്കുന്ന സമയത്ത് മേല് പാരും. 5 ദിവസം കുളിക്കുകയും പോലും ഒരു ദിവസം 5 പ്രാവശ്യം. അപ്പോൾ ഈ കുളിന്റെ സമയങ്ങളിലൊക്കെ നല്ല പതച്ച വെള്ളം പാരുക. അടുപ്പത്തുനിന്ന് എടുത്ത വെള്ളം അത് ഇപ്പോഴും അതിന്റെ അനുഭവസ്ഥർ ജീവിച്ചിരിപ്പുണ്ട്. ഈ പതച്ച വെള്ളം മേപ്പായിരുന്നു. അങ്ങനെ ഈ ക്ലീൻ ഷേവ് ചെയ്യുന്ന ഞാൻ CMന്റെ ആളാണെന്ന് പറയുന്ന ആൾക്കാർ ഈ പതച്ച വെള്ളോടി മേപ്പാരുകയാണെങ്കിൽ ഓരോ നമുക്കും അംഗീകരിക്കും, തുടർച്ചയായ CMന്റെ തുടർച്ചക്കാരാണെന്ന് നമുക്ക് പറയാം. അത് അവരെ രീതിയാണത്, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ശരിയായ നമ്മളെ ഇപ്പം തണുത്ത വെള്ളം തന്നെ നമ്മൾ 5 വട്ടം മേപ്പാറുന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, ഇനി പതച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വെള്ളം മേപ്പാരെന്നാൽ നമുക്ക് പൊള്ളുമല്ലോ. അപ്പൊ ശരീരത്തിന് ഒരു പൊള്ളലും ഇല്ലാത്ത രൂപത്തിൽ മൂപ്പർ എങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയാണ് മൂപ്പര് ചരിത്രങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇത് CMനെ പൂർണ്ണമായിട്ട് അനുഗമിക്കുന്ന പിൻപറ്റുന്ന ആൾക്കാർ ദൂരം ചെയ്താൽ മൂപ്പര് പോലും CM ആണെന്ന് നമ്മൾ പറയൂ. ചില കാര്യങ്ങളിൽ മാത്രം താടി പഠിക്കൽ ഒരു കറാഹത്താണ്. ഷാഫി മദ്ഹബിനെ നോക്കുകയാണെങ്കിൽ കറാഹത്താണ്, ബാക്കിയുള്ള മദ്ഹബുകളിലൊക്കെ ഹറാമാണ്. മൂപ്പര് അള്ളാഹുവിൽ ലയിച്ചപ്പോൾ ഓൽക്ക് ശരീരത്തിന്റെ കാര്യങ്ങളിലൊന്നും അത്ര ധാരണ വരും. കാരണം ഒരു മജ്ദൂബായി അള്ളാഹുവിൽ ലയിച്ച് ആ ലയനത്തിൽ അവരുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ബുദ്ധിക്ക് മാറ്റം വന്നു എന്നും അങ്ങനെ ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലായിരുന്നൊന്നും അല്ല പറയുന്നത്. എന്നാലും ബുദ്ധിക്ക് അള്ളാഹുവിൽ ലയിച്ച ഒരു സമയത്തുണ്ടാവുമ്പോൾ വേറുള്ളതൊന്നും കാണാത്ത ഒരവസ്ഥ അവർക്കുണ്ടാവും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അങ്ങനെ ചില പ്രത്യേകമായ അവസ്ഥകളുണ്ട്.